Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ HSST കൊമേഴ്സിന്റെ കൺഫർമേഷൻ വന്നു. ജൂൺ 30 നമ്മളുടെ എക്സാം ആണ്. നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഇനിയുള്ള സമയം നമ്മൾ ഒട്ടും പാഴാക്കരുത്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് ഇനിയുള്ള സമയം നമ്മൾ കൃത്യമായി പഠിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 10-20 റാങ്കിനുള്ളിൽ നമ്മൾ ഉൾപ്പെടണം. എങ്ങനെയാണെങ്കിൽ ആദ്യമേ അഡ്വൈസ് പോകുമ്പോൾ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടാനും നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമുക്ക് എങ്ങനെ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാം, ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടായിരിക്കും. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എം.കോം സെറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു? ഈ HSST കൊമേഴ്സിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ എം.കോം ബി.എഡ് സെറ്റ് ഉള്ള ആളുകൾ ഇല്ലാത്തപ്പോൾ മാത്രം, അവരുടെ അഭാവത്തിൽ മാത്രമേ എം.കോം സെറ്റ് അല്ലെങ്കിൽ എം.കോം നെറ്റുകാരുടെയൊക്കെ പരിഗണിക്കത്തുള്ളൂ. ബി.എഡ് എന്ന് പറയുന്ന അഭികാമ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ബി.എഡ് ഉള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ എം.കോം ബി.എഡ് സെറ്റുകാരായിരിക്കും കൂടുതലായിട്ടും എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഈ ഒരു HSST കൊമേഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ ടോപ്പ് സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്വൈസ് ഒക്കെ ആദ്യമേ കിട്ടാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ? ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് അഡ്വൈസ് വരുന്ന ആ ഒരു ടൈമിലേക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അതിനെ അനുബന്ധിച്ച് നമ്മൾ ഇപ്പോൾ തൊട്ടേ എന്ത് ചെയ്യണം? ഈ അഡ്വൈസ് വരുന്ന സാഹചര്യം വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തോണം? മുൻകൂട്ടി ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിനെ പറ്റി ഫോക്കസ്ഡ് ആയി നമ്മളുടെ പ്രിപ്പറേഷൻസ് ആ രീതിയിൽ കൊണ്ടുപോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, എം.കോം പ്ലസ് സെറ്റ് ഓർ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്താ എഴുതുന്നുണ്ടായിരിക്കും? നമ്മളുടെ HSST കൊമേഴ്സ് എഴുതുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എം.കോം പ്ലസ് സെറ്റ് പ്ലസ് ബി.എഡും കൂടി ഉള്ളവർ, ബി.എഡ് ഉള്ള ആളുകൾ, ഇവരുടെ അഭാവത്തിൽ മാത്രമേ ആരെ പരിഗണിക്കുകയുള്ളൂ? ഈ എം.കോം സെറ്റുകാരെ പരിഗണിക്കുകയുള്ളൂ. അതായത് ഇതാണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. ഇതായിരിക്കും കൂടുതൽ പേർക്കും ഉള്ളത്. അതായത് എം.കോം സെറ്റ് പ്ലസ് ബി.എഡ് ഇത് ഉള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾ. ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഇവരുടെ കയ്യിൽ PhDയോ അതുപോലെ തന്നെ നെറ്റ്, അഡീഷണൽ ആയിട്ട് നെറ്റ്, അതുപോലെ തന്നെ പേപ്പർ പബ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? വെയിറ്റേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ, അതായത് ഒരു പേപ്പർ പബ്ലിക്കേഷൻ ഇല്ല, നെറ്റ് ഇല്ല, അല്ലെങ്കിൽ PhD ഇല്ല, സാധാ രീതിയിലുള്ള ഒരു എം.കോം അതുപോലെ തന്നെ സെറ്റ് ബി.എഡ് ഉള്ള ആളുകളാണ് എങ്കിൽ അവർ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട എന്തിലാണ്? ഈ എക്സാമിലാണ്. അതായത് എക്സാമിന് എന്ത് ചെയ്യുക? മാക്സിമം സ്കോർ നേടുക. അതായത് എം.കോം PhDയും നെറ്റും ഒക്കെ ഉള്ള ആളുകൾ, അതായത് ബി.കോം പ്ലസ് ബി.എഡ് പ്ലസ് സെറ്റ്, അതിനോടൊപ്പം തന്നെ PhD നെറ്റും ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ ഇവർക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും ഹയർ ആയിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യുക? വാങ്ങാനായിട്ട് ആര് നോക്കിക്കോണം? എം.കോം സെറ്റ് ബി.എഡുകാർ, അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ നോക്കണം. അതായത് മാർക്ക് ഏറ്റവും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എം.കോം ഒരു PhD-കാരൻ സ്കോർ ചെയ്യുന്നത് 65 മാർക്കും, എന്നാൽ എം.കോം സെറ്റ് ബി.എഡ് ഉള്ള ഒരാൾ 100-ൽ സ്കോർ ചെയ്യുന്ന മാർക്ക് 80 എങ്കിൽ ഇന്റർവ്യൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മറ്റ് വെയിറ്റേജുകൾ എല്ലാം കഴിഞ്ഞാലും ആര് തന്നെ മുന്നിൽ നിൽക്കത്തുള്ളൂ? എം.കോം സെറ്റുകാരനെ നിൽക്കുകയുള്ളൂ. അതേസമയം എം.കോം PhD-കാരൻ, ഒരു PhD ഉള്ള ആള് എത്രയാണ്? 65 മാർക്ക് സ്കോർ ചെയ്തു. ഇനി എം.കോം കാരൻ എത്രയാണ്? എം.കോം ബി.എഡുകാരൻ 70 മാർക്കാണ് സ്കോർ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റ് വെയിറ്റേജുകളെല്ലാം വന്ന് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താകാനുള്ള സാധ്യതയുണ്ട്? PhD-കാരൻ മുന്നിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അതായത് PhDയോ അങ്ങനെയുള്ള വെയിറ്റേജസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സാധാരണ ഒരു PhD അല്ലെങ്കിൽ ഒരു നെറ്റൊക്കെ ഹോൾഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ വെയിറ്റേജുകൾ കൂടുതലായിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനൊക്കെ എന്തായാലും ഒരു ബേസിക് ആയിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വരാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള നമ്മളുടെ എക്സാമിന് മാക്സിമം മാർക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചോണം, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. അതിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 മാർക്കിനാണ് നമ്മളുടെ പാർട്ട് എ അല്ലേ, പാർട്ട് എ ആയിട്ടുള്ള കൊമേഴ്സ് പോർഷനിൽ നിന്ന് വരുന്നത്. ഈ 70-ൽ ഒരു 50 മാർക്കെങ്കിലും ഷുഗർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഓർത്ത് വെച്ചോണം, 70 മാർക്കാണ് നമ്മളുടെ കൊമേഴ്സ് പോർഷനിൽ നിന്ന് വരുന്നത് അല്ലേ, കൊമേഴ്സ് ആയിട്ടുള്ള പോർഷൻ, അതായത് പാർട്ട് 1 അല്ലേ, പാർട്ട് 1-ൽ നിന്ന് വരുന്നത്. അതിലൊരു 50 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റണം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. പിന്നെ നമുക്കുള്ള പാർട്ട് 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. ഈ ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഈ ഏരിയയിൽ നിന്ന് 10 മാർക്കിനാണ് നമുക്ക് വരുന്നത്. ആ 10 മാർക്കിൻ്റെ അകത്ത് ഒരു 7 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റണം. അത് ഈസി ആയിട്ട് പറ്റും. ബിക്കോസ് എന്താണ്, നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് പോർഷൻ പാർട്ട് 1-ലും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഏരിയ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് നമ്മളുടെ എന്താണ്, കേരള റിനൈൻസൻസ്, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ GK ഏരിയാസ്, കറണ്ട് അഫേഴ്സ് ഏരിയാസ് ആണ്. അതിലും അത് 20 മാർക്കിനാണ് ആ ഏരിയ വരുന്നത്. 20 മാർക്കിനാണ് ആ ഏരിയ വരുന്നത്. ഒരു 10 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഏരിയയിലും സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സ്കോറിലേക്ക് എത്താനും നിങ്ങൾ റാങ്കിൽ ഉൾപ്പെടാനും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ബേസിക് ക്വാളിഫിക്കേഷനേ നിങ്ങൾക്കുള്ളൂ. അതായത് MCOM B.Ed സെറ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു എക്സാമിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. ബിക്കോസ് നിങ്ങൾക്ക് വേറെയുള്ള വെയിറ്റേജുകൾ ഒന്നും വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി വന്നാണ് നിങ്ങളുടെ ആഡ് ആകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിലബസിലെ ഓരോ ഏരിയാസ്, അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 3 പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാർട്ട് 1-ന്റെ അകത്ത് നമ്മളുടെ ആ ഒരു കൊമേഴ്സ് ഏരിയാസ് എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളുടെ CCയിൽ പുതിയ ബാച്ച്, അതായത് 75 ഡേയ്സിൻ്റെ ബാച്ച് ആരംഭിക്കുകയാണ്. നമ്മൾ കൃത്യമായ സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ നമുക്കിതിലുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും PDF മെറ്റീരിയൽസിലൂടെ മെൻറ്റർഷിപ്പിലൂടെയൊക്കെ ഈ HSST കൊമേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഈ 75 ഡേയ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തിടുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിന് അതൊരു വളരെ വലിയൊരു പിന്തുണ തന്നെയായിരിക്കും ഈ CC എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ CCയുടെ ബാച്ചിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങുക. ഈ ഒരു എക്സാമിന് ആദ്യത്തെ ഒരു 20 റാങ്കിൽ തന്നെ നിങ്ങളുടെ പേര് വരും എന്ന് ഉറപ്പിച്ച് പഠിക്കുക. ഇനിയുള്ള നമ്മളുടെ മുന്നിലുള്ള 190 ദിവസം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും HSST കൊമേഴ്സിലെ വിന്നേഴ്സ്, അല്ലെങ്കിൽ HSST കൊമേഴ്സിൽ ആദ്യം അഡ്വൈസ് പോകുന്ന ആളുകളിൽ ഒരാൾ നമ്മളായിരിക്കും. അങ്ങനെ തന്നെ വിശ്വസിച്ച് പഠിക്കുക, കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.